ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമസഭയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളാകെ അപമാനം കൊണ്ട് തല താഴ്ത്തിയിരിക്കുകയാണ്. കേരള നിയമസഭ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ നിയമസഭകളും പാർലമെന്റ് ഉൾപ്പെടെയുള്ള സമിതികളെല്ലാം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഈ വളരെ പ്രധാനപ്പെട്ട സഭാ മണ്ഡലങ്ങളിലൊക്കെ അത്യന്തം ഗൗരവത്തോടുകൂടിയും സംസ്കാരത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ഒക്കെ ജനപ്രതിനിധികൾ പെരുമാറുന്നത് കാണാനാണ് എക്കാലവും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളത്. എന്നാൽ അത്യന്തം ഖേദകരം എന്ന് പറയട്ടെ, സങ്കടകരം എന്ന് പറയട്ടെ, 2 ദിവസങ്ങളായി കേരളത്തിന്റെ നിയമസഭകളിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ, അവിടുത്തെ അംഗങ്ങളുടെ അംഗവിക്ഷേപങ്ങൾ, ശരീരഭാഷ, ഉപയോഗിക്കുന്ന പദങ്ങൾ, ഉപയോഗിക്കുന്ന ഭാഷ, ഇതെല്ലാം കണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ തല കുനിക്കുകയാണ്. എന്തൊരു ദയനീയമായ ചിത്രമാണ് ഈ നിയമസഭ ഇപ്പോൾ പുറത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാരത്തിന്റെ ലെവലേശമില്ലാത്ത, യാതൊരു തരത്തിലും അന്തസ്സില്ലാത്ത, തെരുവ് ഭാഷയെ പോലും അപ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറം കടക്കുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗങ്ങളും വാടാ പോടാ വിളികളുമായി നിയമസഭയുടെ മണ്ഡലം ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര മലീമസമായ ഭാഷയാണ് ചില അംഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ശ്രീകോവിൽ ആകെ ദുർഗന്ധപൂരിതമായിരിക്കുന്നതെന്ന് ഖേദത്തോടുകൂടി പറയാനേ ഈ സമയത്ത് സാധിക്കുന്നുള്ളൂ. ചില അംഗങ്ങളുടെ ഭാഷാപ്രയോഗങ്ങൾ, അവരുടെ അംഗവിക്ഷേപങ്ങളൊക്കെ എത്ര അപലപനീയമാണ്. തെരുവിൽ നടക്കുന്നതിനേക്കാൾ ഹീനമായ രീതിയിലല്ലേ കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ചില ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു നിയമസഭാ വേദി എന്ന് പറയുന്നത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. കാരണം കേരളത്തിലെ 3 കോടിയിലധികം ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച 140 പ്രതിനിധികൾ ഉൾപ്പെടുന്ന നിയമനിർമ്മാണ സഭയാണ് അസംബ്ലി എന്ന് പറയുന്നത്. അവിടെ സംസ്ഥാനത്തെ ആകമാനം ബാധിക്കുന്ന എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതായിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വേദിയിൽ ഈ തരത്തിൽ അംഗങ്ങൾ ഹീനമായും തരം താണും വളരെ വൃത്തികെട്ട രീതിയിലും പെരുമാറുന്നത് എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് പോലും സഹിക്കാൻ കഴിയുക? കഴിഞ്ഞ ദിവസം നമ്മെയൊക്കെ അത്ഭുതപ്പെടുത്തിയതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു പരാമർശമാണ് പരിണത പ്രജ്ഞൻ എന്ന് നാം എല്ലാവരും കരുതുകയും അദ്ദേഹം തന്നെ സ്വയം കരുതുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എത്ര സങ്കടകരമായിട്ടുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭാഷയിൽ അദ്ദേഹം നടത്തിയത്. ഒരംഗത്തിന്റെ പേര് പറഞ്ഞില്ല എന്ന ന്യായീകരണം ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല. കേരളത്തിലെ കൊച്ചുകുട്ടിക്ക് വരെ അറിയാം അത് ആരെ ഉദ്ദേശിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭാ വേദിയിൽ അദ്ദേഹത്തിന്റെ ഉയരക്കുറവിനെ ആക്ഷേപിച്ച് സംസാരിച്ചത്. ഒരാളിന്റെ ഉയരവും ഉയരക്കുറവും നിശ്ചയിക്കുന്നത് ആരാണ്? രാഷ്ട്രീയ പാർട്ടികളാണോ അത് നിശ്ചയിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും കുറഞ്ഞ ഉയരമുള്ളവർ മാത്രമേ ജനപ്രതിനിധികളാകാൻ ആകാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? എത്ര സങ്കടകരമായിട്ടുള്ള ഒരു പരാമർശമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏതാണ്ട് 81 വയസ്സ് പ്രായമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം തികയ്ക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് പ്രതിപക്ഷത്തെ ഒരു MLA അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നാട്ടിൽ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉപയോഗിക്കുന്ന ഒരു പഴമൊഴി ഉപയോഗിച്ചാണ്. അത് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള ആർക്കും അത് മനസ്സിലാകുന്ന പഴമൊഴിയല്ല. എന്നാൽ അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ എത്ര സങ്കടകരമായ വേദനിപ്പിക്കുന്ന ഒരു പരാമർശമാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ തരം പരാമർശം പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ
മുഖ്യമന്ത്രിക്ക് അത് എങ്ങനെ വേദന ഉളവാക്കുന്നതായിരിക്കും, സ്വീകാര്യമായിരിക്കുമെന്ന് ആലോചിക്കുന്നത് നന്ന്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ തങ്ങൾക്ക് നേരെയും അധിക്ഷേപം ഉണ്ടാകാം എന്ന കേവലമായ സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു അംഗത്തെ ഇത്രയേറെ ശരീരത്തിൻ്റെതായ ആകൃതി നോക്കി, ഉയരം നോക്കി അധിക്ഷേപിക്കുകയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ആ പരാമർശം രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ സ്വമേധയാ ഒരു തീരുമാനമെടുത്തതായി പോലും പ്രഖ്യാപിച്ചില്ല. വീരശൂര പരാക്രമിയായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ബഹുമാനപ്പെട്ട സ്പീക്കർ പോലും ആ കാര്യത്തിൽ ഒരു അർത്ഥഗർഭമായിട്ടുള്ള നിസ്സംഗത കാട്ടിയെന്നുള്ളത് ആരെയും വേദനിപ്പിക്കുന്നതാണ്. ആ പരാമർശങ്ങൾ ഉടനടി നിയമസഭയുടെ രേഖകൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയേണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതിനേക്കാളൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ് ഇന്ന് നിയമസഭയിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു അംഗം നടത്തിയ ഒരു പരാമർശം. അത് വളരെ ഹീനമായ പരാമർശം, തരം താണത്, നിലവാരമില്ലാത്തത്. അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. തെരുവിൽ പോയി ഉപയോഗിക്കാത്ത ഒരു സാദൃശ്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഭിന്നശേഷിക്കാരെ ആകമാനം അധിക്ഷേപിച്ചിരിക്കുകയാണ്. അത് ഇവിടെ ഉദ്ധരിക്കാൻ എൻ്റെ നാവിന് സാധിക്കുന്നില്ല. ഒരു സംസ്കാരമുള്ള ആർക്കും തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞ വാക്യങ്ങൾ ഉദ്ധരിക്കാൻ നാവ് പൊന്തുകയില്ല. അത്ര ഹീനമായ ഒരു രീതിയിലാണ് അദ്ദേഹം ഒരു സാദൃശ്യം അവിടെ വെളിപ്പെടുത്തിയത്. അതിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട സ്പീക്കർ അത് നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പ്രതിപക്ഷത്തെ അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം യുക്തമായ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർ, അദ്ദേഹം നിയമസഭയുടെ സ്പീക്കറാണ്. നിയമസഭയിൽ അച്ചടക്കം പാലിക്കാൻ ഉത്തരവാദപ്പെട്ട ആളാണ്. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. മാന്യമായ രീതിയിൽ അംഗങ്ങൾ പെരുമാറുന്നതിന് മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അവിടെ എപ്പോഴും അദ്ദേഹം നിഷ്പക്ഷനായിരിക്കണം. ഭരണകക്ഷിയുടെ പ്രതിനിധിയായിട്ടാണ് സ്പീക്കർ ആകുന്നതെങ്കിലും സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം 140 അംഗങ്ങളുടെയും സ്പീക്കറാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ ആ അംഗത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തില്ല? ഇതൊക്കെ കേവലമായ ചോദ്യമല്ലേ? ലോകം മുഴുവൻ അത് പരന്നില്ലേ ഇതിനോടകം തന്നെ? മാധ്യമങ്ങൾക്ക് പോലും അത് ഉദ്ധരിക്കാൻ കഴിയാത്ത രീതിയിൽ നീചമായ ഒരു ഭാഷാ പ്രയോഗം, ഒരു സാദൃശ്യമാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു നിയമസഭാ പ്രതിനിധി നിയമസഭയുടെ വേദിയിൽ പരസ്യമായി പറഞ്ഞത്. അത് ആർക്കും ഉദ്ധരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു മാധ്യമത്തിന് പോലും ആ നിയമസഭാംഗം പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ച് അച്ചടിച്ചു വിടാൻ സാധിക്കുമെന്ന്. എങ്ങനെയാണ് ഈ തരത്തിൽ നിയമസഭാംഗങ്ങളൊക്കെ ഈ നിലവാരത്തിലേക്ക് താഴുന്നത്? ഓരോരുത്തരും വരുന്നത് വ്യത്യാസമുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നായിരിക്കും. എല്ലാവരും വരുന്നത് ഒരുപോലെയുള്ള പശ്ചാത്തലത്തിൽ നിന്നല്ല. ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന്, നാഗരിക അന്തരീക്ഷത്തിൽ നിന്ന്, ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, വിദ്യാഭ്യാസം താരതമ്യേന കുറഞ്ഞവർ, പല തട്ടിലുള്ള ആളുകളാണ് നിയമസഭയിൽ സാമാജികരായി വരുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്നവരാണ്. എന്നാൽ അവർക്കൊക്കെ ഒരു സാമാന്യ മര്യാദയും പ്രതിപക്ഷ ബഹുമാനവും എന്ത് ഭാഷയിൽ സംസാരിക്കണം എന്നുള്ള വിവേകവും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാലും അധികം പറ്റാവുകയില്ല. വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ നിയമസഭയിൽ ഇന്ന് നടന്നത്, ഇന്നലെയും നടന്നത്. അവിടെ ആരെ തെറ്റുകാരൻ ആരെ കുറ്റക്കാരൻ എന്ന് വിധി കൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. സംസ്കാരമുള്ള ഒരു സംസ്ഥാനത്ത്, കേരളത്തെ പോലെ സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതിനിധികളായി ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിരിക്കുന്ന ആളുകൾ അന്തസ്സോടെയും മാന്യമായും പെരുമാറേണ്ട അനിവാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. എതിരാളികളുടെ ശബ്ദത്തെ യുക്തിസഹജമായ വാദങ്ങൾ കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കണം. ഭരണകക്ഷികൾ എതിർപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ നല്ല ഭാഷയിൽ അന്തസ്സായി ഖണ്ഡിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കണം. പ്രതിപക്ഷവും ആ ചുമതലയാണ് നിറവേറ്റേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെ ശരീരത്തിന്റെ ആകൃതി നോക്കിയോ ഒരിക്കലും പ്രസക്തമല്ലാത്തതും സംഗതമല്ലാത്ത സംസ്കാരശൂന്യമായ
ദുർഗന്ധപൂരിതമായിട്ടുള്ള സാദർശ്യങ്ങളോ ഉപമകളോ പഴമൊഴികളോ ഉദ്ധരിച്ചുകൊണ്ടല്ല എതിരാളികളെ നേരിടേണ്ടത് എന്ന പാഠം ഈ പറയുന്ന MLA-മാരും മന്ത്രിമാരും ഒക്കെ ആ ഒരു രീതിയിലേക്ക് അവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ശ്രീകോവിൽ കൂടുതൽ ദുർഗന്ധപൂരിതമാകും. മലയാളിക്ക് ഒരു കാലത്തും ലോകത്തിന്റെ ഒരു ഭാഗത്തും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നമ്മൾ സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ് എന്ന് വീറോടെ ആർജവത്തോടെ പറയുമ്പോൾ നിങ്ങളുടെ പ്രകൃതികൾ ഇതാണോ കാട്ടിക്കൂട്ടുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഭാഷാപ്രയോഗങ്ങൾക്ക് ഈ നിയമസഭാ അംഗങ്ങൾ സഭയ്ക്കകത്തും പുറത്തും തയ്യാറാകരുത് എന്നാണ് പൊതുസമൂഹത്തിന് വേണ്ടി അപേക്ഷിക്കാനായിട്ടുള്ളത്. അന്തസ്സ് കാത്തു സൂക്ഷിക്കണം, സംസ്കാരമുള്ളവരായി പ്രവർത്തിക്കണം, പരസ്പര ബഹുമാനം ഉണ്ടാകണം, ആത്മാഭിമാനം ഉണ്ടാകണം, മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകണം. അതല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ നിയമസഭാ വേദികൾ, നിയമസഭയ്ക്കകത്ത് അവർക്ക് പ്രത്യേക സംരക്ഷണമുണ്ട് എന്ന ഭരണഘടനാപരമായ അവകാശം ദുരുപയോഗം ചെയ്തുകൊണ്ട് പെരുമാറുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഒരു പക്ഷേ ഇങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന നിയമസഭാ അംഗങ്ങളെ അവർ പ്രതികരിക്കുന്ന ആ ജനങ്ങളെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലാണ് അവരെ വീണ്ടും ഒരിക്കൽ കൂടെ ആ സമൂഹം ഉൾക്കൊള്ളുമെന്ന് കരുതേണ്ടതില്ല. അവർ സ്വയം തന്നെ കുഴി തോണ്ടുകയാണ്, കാലിന്റെ അടിയിലെ മണ്ണ് അവർ തന്നെ ഒലിപ്പിച്ചു കളയുകയാണ് എന്നവർ തിരിച്ചറിഞ്ഞാൽ ഏറെ നല്ലത്. ഏതായാലും ഇത്തരം പ്രയോഗങ്ങളും ഭാഷാ ഉപയോഗങ്ങളും ശരീരഭാഷയും ആക്രോശങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ തരുണത്തിൽ ബഹുമാനപ്പെട്ട നിയമസഭാ അംഗങ്ങളെയും മന്ത്രിമാരെയും സ്പീക്കറെയും ഒക്കെ അനുസ്മരിപ്പിക്കാനുള്ളത്.